നമസ്കാരം. സാങ്കേതിക തകരാർ മൂലം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിശ്രമിക്കുന്ന ബ്രിട്ടീഷ് വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-35B തകരാർ പരിഹരിക്കാനായി വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഉച്ചയ്ക്ക് 12:45 ബ്രിട്ടീഷ് വ്യോമസേനയുടെ മറ്റൊരു വിമാനമായ എയർബസ് A400M തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഈ വിമാനത്തിനുള്ളിൽ സാങ്കേതിക വിദഗ്ധരുണ്ട്. അതായത് ഈ ബ്രിട്ടീഷ് വ്യോമസേനയിലെ 17 അംഗ സംഘം, അതോടൊപ്പം തന്നെ ഈ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ്റെ 8 അംഗ വിദഗ്ധ സംഘം എന്നിവരുൾപ്പെടെയാണ് ഈ വിമാനത്തിൽ ഇപ്പോൾ സാങ്കേതിക വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. അവരുടെ പ്രാഥമികമായ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന. അതായത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ F-35B എന്ന യുദ്ധവിമാനം എന്തുകൊണ്ട് ആണ് ഇവിടെ നിന്നും പറന്നുയരാൻ സാധിക്കാത്തത്, അതിൻ്റെ സാങ്കേതിക തകരാർ എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണം അവർ നടത്തും. മാത്രമല്ല, അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതായത് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് വിമാനത്തിൻ്റെ ആക്സിലറി പവർ യൂണിറ്റിനാണ് തകരാർ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്ഹീഡ് മാർട്ടിൻ്റെ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ്റെതടക്കമുള്ള വ്യോമസേന വിദഗ്ധന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ്ട് 3 ആഴ്ചയോളമായി ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇവിടെ തുടരുകയാണ്. അതിൻ്റെ അനിശ്ചിതത്വം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരു വിദേശ രാജ്യത്ത് ഒരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ഇങ്ങനെ വെറുതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണ സംഭവമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കിംവദന്തികളും കഥകളും ഒക്കെ പരന്നിരുന്നതാണ്. അതായത് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആരും അറിയാതെ കടന്നപ്പോൾ നമ്മുടെ റഡാർ സംവിധാനങ്ങൾ അത് ട്രാക്ക് ചെയ്തു എന്നൊരു വിഭാഗം പറയുന്നു. അവരോട് അടിയന്തരമായി നിലത്തിറക്കാൻ പറഞ്ഞതാണ് എന്നൊരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇതിനെ ട്രാക്ക് ചെയ്ത് ഇന്ത്യൻ വ്യോമസേന ഈ യുദ്ധവിമാനത്തെ ലോക്ക് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ വിചാരിക്കാതെ ഇത് ഇവിടെ നിന്നും പറന്നു പൊങ്ങില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല, ഈ യുദ്ധവിമാനം അത് സത്യത്തിലൊരു യുദ്ധവിമാനമല്ല, അതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല, മറിച്ച് നിരീക്ഷണ വിമാനമാണ്. ചാരപ്രവർത്തനം നടത്തുക, പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതിനൊക്കെയുള്ള ഉപകരണങ്ങളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ പറക്കൽ അനുമതി ഇന്ത്യ നിഷേധിച്ചു എന്നങ്ങനെയൊക്കെയുള്ള വാർത്തകളും പരന്നിരുന്നതാണ്. പക്ഷേ അതൊന്നുമല്ല, ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത തന്നെയാണ് ശരി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയും അതുപോലെ തന്നെ ബ്രിട്ടനും സംയുക്തമായി നടത്തിയ ഒരു വ്യോമാഭ്യാസ പ്രകടനം, ഒരു നാവികാഭ്യാസ പ്രകടനം നടന്നിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. അവിടെ നിന്നും ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ഈ യുദ്ധവിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ മൂലം അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏറെ നേരം വട്ടമിട്ട് പറന്നു. ഇനിയും അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിമാനത്തിൽ ഇന്ധനം കുറവായതിനാൽ അടുത്തുള്ള വ്യോമതാവളത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് ഇത് ഇറക്കുകയായിരുന്നു. എമർജൻസി ലാൻഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനത്തിന് ആ ലാൻഡിങ്ങിനിടെ തകരാറ് പറ്റിയിരിക്കുന്നു. ആ തകരാറ് പരിഹരിക്കാനാകാത്തത് കൊണ്ടാണ് തിരികെ പോകാൻ കഴിയാത്തത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ 17 അംഗ വ്യോമസേനാംഗങ്ങളും 8 അംഗ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ വിദഗ്ധരും ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും അവരുടെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആഭ്യന്തര ബേയിൽ വെച്ച് തന്നെ ഈ വിമാനത്തെ സാങ്കേതിക തകരാർ പരിഹരിക്കുക, അതിനുശേഷം അത് ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുക എന്ന ദൗത്യമാണ് അവരുടെ കൈവശം ആദ്യമുള്ളത്. ഇനി അത് നടന്നില്ല എങ്കിൽ മാത്രം പടുകൂറ്റൻ ചരക്ക് വിമാനം, ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17B ഗ്ലോബ് മാസ്റ്റർ വിമാനം അവിടെ നിന്ന് എത്തിക്കുകയും ഈ വിമാനത്തിൻ്റെ ചിറകുകൾ അടക്കമുള്ള ചില ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷം ആ വിമാനത്തിൽ കൊണ്ടുപോവുകയും കൂറ്റൻ ചരക്ക് വിമാനത്തിൽ ഈ യുദ്ധവിമാനത്തെ കൊണ്ടുപോവുകയുമാണ് ബ്രിട്ടീഷ് വ്യോമസേനയുടെ പദ്ധതി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് സാങ്കേതിക തകരാർ കാരണം തുടരുന്ന ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഒരു പരസ്യ തീമാക്കി ചിത്രീകരിച്ചിരുന്നു കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പ്. ഇതടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ച നേടിയിരുന്നു. മാത്രമല്ല, ഈ ബ്രിട്ടൻ്റെ പാർലമെൻറ്റിലടക്കം ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നു. രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ഇതാ മറ്റൊരു രാജ്യത്ത് വെയിലും മഴയും കൊണ്ട് കിടക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ ചർച്ചാ വിഷയമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഹാങ്ങർ അനുവദിക്കാൻ ഇന്ത്യ തയ്യാറായതാണ്. പക്ഷേ അത് ബ്രിട്ടൻ നിരസിച്ചു. മാത്രമല്ല, ഈ പൈലറ്റിനടക്കം ചില സൗകര്യങ്ങൾ നൽകിയതൊക്കെ പൈലറ്റ് നിഷേധിച്ചു. ഈ അടുത്ത് തന്നെ കസേരയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ആദ്യഘട്ടങ്ങളിൽ
ദിവസങ്ങളിലൊക്കെ ഇത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ യാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ഈ വിമാന കമ്പനിയിൽ നിന്നും വിദഗ്ധർ എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ 3 ആഴ്ചയോളം സമയമെടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വിദഗ്ധ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ ഈ സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഈ യുദ്ധവിമാനത്തെ തിരികെ കയറ്റിക്കൊണ്ട് പോകുമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. പക്ഷേ അതല്ല, ഇപ്പോൾ വന്നിരിക്കുന്നത് എയർബസ് A400M വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ C-17 ഗ്ലോബ് മാസ്റ്റർ എത്താത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതിക തകരാർ ഇവിടെ വച്ച് തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് ബ്രിട്ടന് ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതനുസരിച്ച് സാങ്കേതിക തകരാറിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 2-3 ദിവസത്തിനകം തന്നെ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും തിരികെ യാത്രയാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.